ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ഓട്ടോമൊബൈൽ കമ്പോണൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ കുറച്ച് പോർഷൻസാണ്. അപ്പം ഫസ്റ്റ് തന്നെ എന്തായാലും ഈ സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അത് നോക്കാം. അപ്പം ഈ സബ്ജക്റ്റിലെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഓട്ടോമൊബൈൽ കമ്പോണൻസ്, അതായത് ഓട്ടോമൊബൈലിൻ്റെ പാർട്സ്, ഓരോ പാർട്ടും എന്ത് ചെയ്യുന്നത് മാനുഫാക്ചറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ സബ്ജക്റ്റ് കൂടി മെയിനായിട്ട് നിങ്ങൾ പഠിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എൻജിൻ ബ്ലോക്ക് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുക, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് ഈ സബ്ജക്റ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അപ്പം ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് കുറേ ഫിഗേഴ്സ് ഉണ്ട്. ആ ഫിഗർ എന്ത് ചെയ്യുക വരച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പം ഓട്ടോമൊബൈൽ കമ്പോണൻസിൻ്റെ മെയിനായിട്ട് ഒരുപാട് മാനുഫാക്ചറിങ് പ്രോസസ്സുകളുണ്ട്. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മാനുഫാക്ചറിങ് പ്രോസസ്സാണ് കാസ്റ്റിങ്, ഫോർജിങ്, വെൽഡിങ്, ഷീറ്റ് മെറ്റൽ വർക്ക്, ബ്രേസിങ്, മെഷീനിങ്. ഇതിനൊക്കെ പറ്റി എന്ത് ചെയ്യും ഒരു ബ്രീഫ് ഐഡിയ ഈ സബ്ജക്റ്റ് തരും. ഈ സബ്ജക്റ്റ് കൂടി കടന്ന് നമ്മൾക്ക് എന്ത് ചെയ്യും കാസ്റ്റിങ് എന്താണെന്നും ഫോർജിങ് എന്താണെന്നും അതേപോലെ വെൽഡിങ് എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് വെൽഡിങ് ഉണ്ടെന്നും അതേപോലെ ഷീറ്റ് മെറ്റൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പം മെയിനായിട്ടുള്ള ഈ പ്രോസസ്സിനെ പറ്റിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് കാസ്റ്റിങ്ങിനെ പറ്റിയാണ്. എന്താണ് കാസ്റ്റിങ്, ഏതൊക്കെ ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ട്, എങ്ങനെയാണ് ഒരു കാസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് മോഡിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ നോക്കാം. എന്താ കാസ്റ്റിംഗ്, എന്താണ് കാസ്റ്റിംഗ്? കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ, ഒരു ലിക്വിഡ് മെറ്റൽ നമുക്ക് വേണ്ട ഒരു ലിക്വിഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ ഒരു മെറ്റലിനെ ചൂടാക്കിയാൽ എന്ത് ചെയ്യും അത് ലിക്വിഡായിട്ട് മാറും. ആ ലിക്വിഡ് മെറ്റൽ എന്ത് ചെയ്യുക നമുക്ക് വേണ്ട ഒരു അച്ചിലേക്ക് ഒഴിക്കുക. അങ്ങനെ ഒരു അച്ചിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും നമുക്ക് അതേ ഷേപ്പിലുള്ള എന്ത് കിട്ടും പ്രൊഡക്റ്റ് കിട്ടും. അങ്ങനെ ഒരു ലിക്വിഡ് മെറ്റൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലുള്ള പ്രൊഡക്റ്റ് അല്ലെ പാർട്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുക കാസ്റ്റിംഗ് എന്ന് പറയുക. ഈ അച്ചിനെ തന്നെ പറയുന്ന പേരാണെന്ത്, അച്ചിന് പറയുന്ന വേറെ പേരാണെന്ത് മോൾഡ്. അതായത് നമുക്ക് വേണ്ട ഷേപ്പിലുള്ള ഹോളോ ക്യാവിറ്റീനെ പറയുന്ന പേരാണെന്ത് മോൾഡ്. നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം ആ ഹോട്ട് മെറ്റൽ എന്തിലേക്ക് ഒഴിക്കുന്നത് ഒരു അച്ചിലേക്ക് ഒഴിക്കുന്നത്. ആ അച്ചിനെ പറയുന്ന പേരാണെന്ത് മോൾഡ്. അച്ഛൻ നമുക്ക് ശരിക്കുള്ള പേരാണെന്ത് മോൾഡ്. ആ മോൾഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും ഒരു ഹോളോ സ്പേസ് ഉണ്ടാകും, ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാകും. അതിൻ്റെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ മെറ്റൽ പോയി ഫില്ലാകുന്നത്. അപ്പോൾ ഏത് ഷേപ്പിലാണോ നമ്മൾ മോൾഡ് ഉണ്ടാക്കുന്നത് ആ ഷേപ്പിൽ എന്ത് കിട്ടും നമുക്ക് കാസ്റ്റിംഗ് കിട്ടും. അപ്പം കാസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ, കാസ്റ്റിംഗ് ഈസ് എ മാനുഫാക്ചറിങ് പ്രോസസ് ഇൻ വിച്ച് എ ലിക്വിഡ് മെറ്റീരിയൽ ഈസ് യൂഷ്വലി poured into a mold which contains a hollow cavity of desired shape and then allowed to solidify. The solidified part is known as casting. അപ്പം കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലിക്വിഡ് മെറ്റൽ എന്ത് ചെയ്യുക ഒരു മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഹോളോ ക്യാവിറ്റി ആയിട്ടുള്ള മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക pour ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക കുറച്ച് നേരം തണുക്കാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്ത് പുറത്തേക്ക് എടുക്കാം കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ആയിട്ട് പുറത്തേക്ക് എടുക്കും. അപ്പം പുറത്ത് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് എന്ത് തന്നെയാണ് കാസ്റ്റിംഗ് തന്നെയാണ്, പ്രോസസ്സിൻ്റെ പേര് എന്ത് തന്നെയാണ് കാസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ കാസ്റ്റിംഗ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും വിചാരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എങ്ങനെയാണ് ഒരു കാസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടാകും കാസ്റ്റിംഗ്, അതായത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മോൾഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്, മോൾഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ്. മോൾഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ ഫസ്റ്റിൽ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ടാവും നമുക്ക് വേണ്ട വർക്കിംഗ് ടേബിളിൻ്റെ മേലെ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്യുന്ന ശേഷം അതിന് മേലെ സൈഡിൽ എന്തെടുത്ത് നോക്കും ഒരു മോൾഡിങ് ഫ്ലാസ്ക് എടുത്ത് നോക്കും. ആ ഫ്ലാസ്കിലേക്ക് എന്താ ചെയ്യുക നമ്മളെ മോൾഡിങ് സാൻഡ് എന്ത് ചെയ്യും ഫില്ല് ചെയ്യും. മോൾഡിങ് സാൻഡ് എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ റാമിങ് എന്ന് പറഞ്ഞ പ്രോസസ് വഴി എന്ത് ചെയ്യും കോമ്പാക്ട് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തേക്ക് സാൻഡ് ഫില്ല് ചെയ്യുക. സാൻഡ് ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും അതിൻ്റെ അകത്തുള്ള പാറ്റേൺ ഫസ്റ്റിൽ വെക്കുന്ന നമ്മളെ ഡമ്മി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഷേപ്പിനാണ് എന്ത് പറയുക പാറ്റേൺ എന്ന് പറയുക. നമുക്ക് വേണ്ട ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ അതേ ഷേപ്പിലുള്ള പ്രൊഡക്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ഷേപ്പിനാണ് എന്ത് പറയുക പാറ്റേൺ എന്ന് പറയുക. ഈ പാറ്റേൺ ഉപയോഗിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് മോൾഡ് ക്രിയേറ്റ് ചെയ്യുക. പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക മോൾഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മോൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണെന്ത് പാറ്റേൺ. ഫസ്റ്റിൽ എന്ത് ചെയ്യും പാറ്റേൺ നമ്മളെ വർക്കിംഗ് ടേബിളിൻ്റെ മേലെ വെക്കും.
അതിൻ്റെ ചുറ്റും എന്ത് ചെയ്യും, ഒരു മോൾഡിങ് ഫ്ലാസ്ക് വെക്കും. ആ ഫ്ലാസ്കിൻ്റെ മേലെ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട മോൾഡിങ് സാൻഡ് ഫില്ല് ചെയ്യും. മോൾഡിങ് സാൻഡ് ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യത്, കോമ്പാക്ട് ചെയ്ത് ഫില്ല് ചെയ്യും. കോമ്പാക്ട് ചെയ്ത് റാം ചെയ്ത് ഫില്ല് ചെയ്യും. നമ്മൾ റോമിങ് ടൂൾ ഉപയോഗിച്ച് റാം ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫില്ല് ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തുള്ള പാറ്റേൺ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഈ റിമൂവ് ചെയ്ത പാറ്റേൺ റിമൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഇത് 2 ഫ്ലാസ്കും കൂടി എന്ത് ചെയ്യും, പിന്നെ ഇതേപോലെ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, മെറ്റൽ ഹോട്ട് മെറ്റൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഷേപ്പുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കും. പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുത്തതിന് ശേഷം എന്താ, കുറച്ച് നേരം അതെന്ത് ചെയ്യും, സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ തണുക്കാൻ വേണ്ടി, ഹോട്ട് മെറ്റൽ തണുക്കാൻ വേണ്ടി വെക്കും. അങ്ങനെ തണുത്തതിന് ശേഷം എന്താ ചെയ്യുക, ഇതേപോലെ തന്നെ 2 ഫ്ലാസ്കും റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് എന്ത്, കാസ്റ്റിങ്. ഈ കാസ്റ്റിങ്ങിൻ്റെ മേലെ എക്സസ് ആയിട്ടുള്ള പോർഷൻസൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മെഷീൻ ചെയ്തിട്ട് ഒഴിവാക്കി കളയും. കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയും. പിന്നെ എന്ത് ചെയ്യും, ജസ്റ്റ് സർഫസ് ഫിനിഷ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എക്സസ് ആയിട്ടുള്ള പോർഷൻസ് എന്ത് ചെയ്യും, ഒഴിവാക്കും. ഇതാണ് എന്ത്, കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇനി എന്തൊക്കെയാണ് ഒരു കാസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് നോക്കാം. ഫസ്റ്റ് എന്ത് വേണം, ഒരു മോൾഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ അകത്തേക്കാണ് മെറ്റൽ pour ചെയ്യുന്നത്. അപ്പം മെറ്റൽ pour ചെയ്യണമെങ്കിൽ ആദ്യം മോൾഡ് ഉണ്ടാക്കണം. ആ മോൾഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഫസ്റ്റിൽ എന്ത് വേണം, പാറ്റേൺ വേണം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ്, കാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, പാറ്റേൺ മേക്കിംഗ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഈ പാറ്റേൺ ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കുക, മോൾഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി അത് കഴിഞ്ഞ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റൽ എന്ത് ചെയ്യുക, ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും, അത് മെൽട്ടാവും. ആ മെൽറ്റ് ചെയ്ത മെറ്റൽ എന്ത് ചെയ്യുക, ഈ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് എന്ത്, തേർഡ് സ്റ്റെപ്പ്. ഇനി അത് കഴിഞ്ഞ് എന്താ, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മെറ്റൽ ഹോട്ട് മെറ്റലിനെ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് കൂൾ ചെയ്യാൻ വെക്കുക. കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ മെറ്റൽ ഹാർഡാവും. ഹാർഡായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ മോൾഡ് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കുക, പുറത്തേക്ക് എടുക്കാം, കാസ്റ്റിങ് പുറത്തേക്ക് എടുക്കാം. അപ്പം ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് കുറച്ച് ടേംസ് ഇങ്ങനെ കാണാം. എന്താ, ഒന്ന് റണ്ണറുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ട്, റൈസർ ഉണ്ട്, അതിന് നടുവിൽ കോർ എന്ന് പറഞ്ഞ പോർഷൻ കാണാം, അതേപോലെ ഇൻഗേറ്റ് എന്ന് പറഞ്ഞ പോർഷൻ കാണാം. അപ്പം റണ്ണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോൾഡിൻ്റെ ഉള്ളിലേക്ക് മെറ്റൽ pour ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹോളിൻ്റെ പേരാണെന്ത്, റണ്ണർ. ഇനി എക്സസ് ആയിട്ടുള്ള ഗ്യാസും അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള മെറ്റൽ പിന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഹോളിൻ്റെ പേരാണെന്ത്, റൈസർ. 2 ഹോളുണ്ടാകും സാധാരണ ഇതിലെന്തിൽ, പിന്നെ ഒരു മോൾഡിൻ്റെ അകത്ത്. ഇങ്ങനെ റൈസർ എന്ന് പറഞ്ഞ പോർഷൻ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തുള്ള പിന്നെ ഗ്യാസസ് ഒക്കെ ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സോൾഡിഫൈ ചെയ്യുമ്പോൾ മെറ്റൽ തണുക്കുമ്പോൾ അവിടെ ഉണ്ടാകും എന്ത് ചെയ്യും, മെറ്റൽ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. മെറ്റലിൻ്റെ ഏരിയ എന്ത് ചെയ്യും, മൊത്തത്തിൽ കോൺട്രാക്ട് ചെയ്യും. അവിടെ എന്താ, മെറ്റൽ ഫില്ല് ചെയ്യുക എന്നുള്ള പോർഷൻ ഒരു പിന്നെ ഫങ്ഷനും കൂടി എന്തിനുണ്ട്, റൈസറിനുണ്ട്. അപ്പം ജസ്റ്റ് 2 പോർഷൻ ഉണ്ട് എന്നുള്ള മാത്രങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ചേക്കുക. ഒന്നെന്താ, റണ്ണറുണ്ട്, റൈസറുണ്ട്. റണ്ണർ കൂടി ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ മെറ്റൽ മോൾഡിൻ്റെ ഉള്ളിലേക്ക് pour ചെയ്യുക. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പോർഷന്, അതായത് ഉള്ളിൽ ഈ പോർഷനാണ് എന്ത്, മോൾഡ്. ഇത്രയും പോർഷനായിരിക്കും എന്ത്, നമുക്ക് വേണ്ട മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഷേപ്പ്. അപ്പം ഈ മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്താ, മെറ്റലിനെ എത്തിക്കുക എന്നുള്ള പോർഷൻ എന്താണ്, ഫങ്ഷനാണ് എന്ത്, ഇൻഗേറ്റ് എന്ന് പറഞ്ഞ പോർഷനുള്ളത്. ഇനി അതേപോലെ തന്നെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ ഹോളോ പോർഷൻസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ നടുവിൽ ഹോളോ പോർഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫങ്ഷൻ, കോറിൻ്റെ ഫങ്ഷൻ. കോർ പാറ്റേണിൽ കോർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഹോളോ പോർഷൻ, അതായത് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, കോർ. അപ്പം എന്തൊക്കെയാണ്, 5 സ്റ്റെപ്സാണ് എന്തുള്ളത്, ഒരു കാസ്റ്റിങ്ങിനുള്ളത്. ഒന്ന് പാറ്റേൺ മേക്കിംഗ്, സെക്കൻഡ് പ്രൊഡ്യൂസിങ് മോൾഡ് യൂസിങ് പാറ്റേൺ ഉപയോഗിച്ച് എന്തുണ്ടാക്കുക, മോൾഡ് ഉണ്ടാക്കുക. മൂന്നാമത്തെ എന്താ, ഒരു മെറ്റൽ പിന്നെ മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് മെറ്റൽ മെൽറ്റ് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് എന്തൊഴിക്കുക, ഹോട്ട് മെറ്റൽ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുക. നെക്സ്റ്റ് എന്താ, ഒരു സോൾഡിഫിക്കേഷൻ, കുറച്ച് നേരം തണുക്കാൻ വെക്കുക. ഇനി ലാസ്റ്റത്തെ പ്രോസസ് എന്താ, ഇതിൻ്റെ അകത്ത് മോൾഡിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മേലുള്ള സാൻഡിൻ്റെ പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതേപോലെ തന്നെ
ഒരു ഫിനിഷിങ് ഓപ്പറേഷൻ ഏതെങ്കിലും മെഷീനിങ് ഓപ്പറേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യും കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്നിട്ട് ലാസ്റ്റ് പ്രോസസ്സാണ് എന്ത് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സോ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഈ 5 സ്റ്റെപ്പാണ് എന്തിനുള്ള കാസ്റ്റിങ്ങിനുള്ള. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പാറ്റേൺ മേക്കിംഗ്. ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? പാറ്റേൺ മേക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. അപ്പോൾ കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എന്ത് ചെയ്യാം കാസ്റ്റിംഗ് വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്ര വലിയ സൈസ് ആണെങ്കിലും അതേപോലെ തന്നെ ഏത് കോംപ്ലക്സ് ഷേപ്പാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാസ്റ്റിംഗ് വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കാസ്റ്റിംഗ് ഏത് ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് എന്താ ഏത് ഷേപ്പിലുള്ള മോൾഡ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് വലിയ ലാർജ് ആയിട്ടുള്ള അതായത് ഒരു ഷിപ്പിൻ്റെ ഇമ്പല്ലർ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ടർബൈൻസ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ് എന്താണ്? കാസ്റ്റിങ്സ് ആണ്. എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും 100 ടണ്ണൊക്കെ മേലെ വെയിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും കാസ്റ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ എന്താണ് മാസ് പ്രൊഡക്ഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് എന്ത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഏത് മെറ്റൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അതേപോലെ തന്നെ ഏത് മെറ്റൽ മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധപ്പെട്ട ഏത് മെറ്റലാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ പ്രോസസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ഉപയോഗിച്ച് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ കുറച്ച് ഒരു 3 ഡിസഡ്വാൻറ്റേജസ് നമ്മൾ എന്തുണ്ട് കാസ്റ്റിങ്സിന് പറയാറുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പോറോസിറ്റി പോലത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തുണ്ടാകും കാസ്റ്റ് ചെയ്ത പ്രൊഡക്ട്സിന് ബാക്കിയുള്ള മാനുഫാക്ചറിങ് മെത്തേഡിനെ അപേക്ഷിച്ച് എന്താ കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ അതേപോലത്തെ പോറോസിറ്റി ചെറിയൊരു കുത്തുപോലെ എന്ത് ചെയ്യുക മോൾഡിൻ്റെ അകത്തുണ്ടാകുന്നതിന് അല്ല പ്രൊഡക്റ്റിൻ്റെ അകത്തുണ്ടാകുന്നതിന് എന്ത് പറയുക പോറോസിറ്റി എന്ന് പറയാം. ചെറിയൊരു കുത്തുപോലെ എന്ത് ചെയ്യുക പ്രൊഡക്റ്റിൻ്റെ അകത്തുണ്ടാകുക. അതേപോലെ തന്നെ ഡയമെൻഷൻ അക്യുറസി കുറവായിരിക്കും ചിലപ്പം. അതേപോലെ സർഫസ് ഫിനിഷ് കുറവായിരിക്കും. ഇതൊക്കെ എന്താ കാസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഡയമെൻഷൻ അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഡയമെൻഷൻസ് സൈസ് ചിലപ്പോൾ എന്തുണ്ടാവും വേരിയേഷൻസ് വരാനുള്ള ചാൻസ് എന്ത് കൂടുതലാണ് കാസ്റ്റിംഗ് പ്രോസസ് കൂടുതലാണ്. അതേപോലെ കാസ്റ്റ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ സർഫസിലുള്ള ഫിനിഷിങ് സ്മൂത്ത്നെസ് എന്തിലായിരിക്കും ചിലപ്പം ചില കേസിൽ എന്തായിരിക്കും കുറവായിരിക്കും. അതേപോലെ തന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്താ ഹസാർഡ്സ് അല്ലെങ്കിൽ ആക്സിഡൻസിനുള്ള ചാൻസ് ഒരു കാസ്റ്റിംഗ് ഫൗണ്ടറിൻ്റെ അകത്ത് എന്താ ആക്സിഡൻസിനും ഹസാർഡ്സിനൊക്കെ ഉള്ള ചാൻസ് എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഇനി എന്താണ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ അതേ ഷേപ്പിലുള്ള അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് എന്ത് പറയുക പാറ്റേൺ എന്ന് പറയാം. പാറ്റേൺ ഈസ് ദ റെപ്ലിക്ക ഓഫ് ദ ഒബ്ജക്റ്റ് ടു ബി മെയ്ഡ് ബൈ ദ കാസ്റ്റിംഗ് പ്രോസസ്സ്. നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ തന്നെ എന്ത് ചെയ്യും നമ്മളാദ്യം ഒരു അലോയ് വീലാണ് ഉണ്ടാക്കുന്നത് വെച്ചോ അലോയ് വീലിൻ്റെ തന്നെ എന്ത് ചെയ്യും അതേ ഷേപ്പിൽ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കും ആദ്യം ഒരു വുഡിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ എന്തുണ്ടാക്കും ഒരു പാറ്റേൺ ഉണ്ടാക്കും. ആ പാറ്റേൺ ഉപയോഗിച്ച് ആദ്യം നമ്മൾ എന്തുണ്ടാവും ഒരു മോൾഡ് ഉണ്ടാക്കും. ആ മോൾഡിലേക്ക് എന്തൊഴിക്കും മെറ്റൽ ഹീറ്റ് ചെയ്ത് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ എന്തുണ്ടാക്കുക നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഒരു അലോയ് വീൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും ഒരു അലോയ് വീലിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ഷേപ്പ് ആ ഷേപ്പ് എന്തെങ്കിലും ഉണ്ടാക്കും ഒരു വുഡിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ അങ്ങനെ എന്തിലെങ്കിലും എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്തെടുക്കും. ആ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും ഒരു മോൾഡ് ഉണ്ടാക്കും. ആ മോൾഡിലേക്ക് എന്ത് ചെയ്യും ഈ മെറ്റൽ ഉരുക്കി ഒഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും നമുക്ക് വേണ്ട കാസ്റ്റിംഗ് പുറത്തേക്ക് കിട്ടും. ആ കാസ്റ്റിംഗ് ആയിരിക്കും എന്ത് അലോയ് വീലിൻ്റെ അതേ ഷേപ്പ് അതായത് പാറ്റേണിൻ്റെ അതേ ഷേപ്പ് ആയിരിക്കും എന്ത് ഈ പ്രൊഡക്റ്റിനുണ്ടാകുക. അപ്പം എന്തുണ്ടാകും ചെറിയ ഡിഫറൻസ് ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രൊഡക്റ്റും പിന്നെ പാറ്റേൺ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മെറ്റീരിയലാണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽ എന്തായിരിക്കും ഏത് മെറ്റലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ മെറ്റലായിരിക്കും മിക്കവാറും എന്ത് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽ. അതേസമയം പാറ്റേൺ എന്തായിരിക്കും ഒന്നുമില്ല വുഡോ അല്ലെങ്കിൽ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസോ അങ്ങനെയുള്ള ഏതെങ്കിലും സാധനം ഉപയോഗിച്ചായിരിക്കും നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ടാകുക പാറ്റേൺ ഉണ്ടാക്കുക.
സാധാരണ രീതിയിൽ പാറ്റേൺ എന്തായിരിക്കും, ഫൈനൽ പ്രൊഡക്റ്റിനെക്കാട്ടിയും കുറച്ചും കൂടി സൈസ് കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ സൈസ് കൂട്ടി ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യുമ്പോൾ പാറ്റേണിൻ്റെ അലവൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം എന്തുകൊണ്ടാണ്. അപ്പം പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഇത്ര മാത്രം പഠിക്കാം. അലവൻസ് ഉള്ളതുകൊണ്ട് എന്തായിരിക്കും പാറ്റേണിൻ്റെ സൈസ് കുറച്ചും കൂടി എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ ഈ അലവൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ മെറ്റൽ കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സൈസ് ഷ്രിങ്ക് എന്ത് ചെയ്യും, സൈസ് കുറയും. ഒരു സാധനം ഹോട്ടായിട്ടുള്ള സാധനത്തിന് അത്രയും എന്തുണ്ടാവില്ല, സൈസ് ഉണ്ടാവില്ല. അത് എന്ത് ചെയ്യുമ്പോൾ സോളിഡിഫൈ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഷ്രിങ്കേജൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാറ്റേൺ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത് വലുതാക്കി ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ പാറ്റേണിൻ്റെ സെലക്ഷൻ, ഏത് ടൈപ്പ് പാറ്റേൺ വേണം, എങ്ങനെയുള്ള പാറ്റേൺ വേണമെന്നുള്ള എന്താണ് അതിൻ്റെ അകത്തുള്ള സർഫസ് ഫിനിഷ്, എത്രത്തോളം സർഫസ് ഫിനിഷ് വേണം, അതേപോലെ തന്നെ കോസ്റ്റ്, അതേപോലെ ഏത് കാസ്റ്റിംഗ് പ്രോസസ് ഉപയോഗിക്കുന്നത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യും മെറ്റീരിയൽ, പാറ്റേണിൻ്റെ മെറ്റീരിയൽ എന്താവും മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്താണ് കോർ. കോർ എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ പോർഷൻ. അതായത് ഇവിടെ ഇപ്പം ഈ പ്രൊഡക്റ്റ് കണ്ടോ, ഒരു മോട്ടറിന് ഇമ്പല്ലർ ഇത്. അപ്പം അതിന് സെൻറ്ററിൽ എന്തുണ്ട്, ഒരു ഹോൾ ഉണ്ട് അല്ലേ. ആ ഹോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രാ പാറ്റേണിനെയാണ് എന്ത് പറയുക, കോർ എന്ന് പറയുക. അതായത് നിങ്ങൾ രണ്ടാമത്തെ ഫിഗറിൽ കണ്ടാലും അറിയാം, ഇവിടെ ഒരു എക്സ്ട്രാ പാറ്റേൺ നമ്മൾ എന്തിനു വെച്ചിട്ടുണ്ട്, മോൾഡിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റൽ ഒഴിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ പോർഷൻ ഇവിടെ കോർ എന്ന് പറഞ്ഞ സാധനം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം, ഇവിടെ എന്താവില്ല, മെറ്റൽ ഫില്ലാവില്ല. അവിടെ എന്തുണ്ടാവും, ഒരു ഹോളോ പോർഷൻ, ഇതേപോലൊരു ഹോളോ പോർഷൻ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഹോളോ പോർഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രാ പാറ്റേൺസിൻ്റെ പറയുന്ന പേരാണെന്ത്, കോർ. അപ്പം ഇവിടെ ഈ ലാസ്റ്റത്തെ ഫിഗർ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, ഇവിടെ എന്താ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച കോറാണ് എന്ത് ചെയ്ത് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഈ യെല്ലോ കളറിൽ കാണുന്നത് എന്താണ്, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച കോറാണ്. അപ്പോൾ കോർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് അഡീഷണൽ പാറ്റേൺ കോൾഡ് കോഴ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഹോളോ ക്യാവിറ്റീസ് ഇൻ ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്ത് എന്താ ഹോളോ ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡീഷണൽ പാറ്റേണിനെ പറയുന്ന പേരാണെന്ത്, കോർ. ഇനി ഫങ്ഷൻസ് ഓഫ് പാറ്റേണിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പാറ്റേണിൻ്റെ മെയിനായിട്ട് ഫങ്ഷൻസ് മെയിനായിട്ട് ഒരു പാറ്റേൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്, പാറ്റേൺ മോൾഡ് ക്യാവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പാറ്റേൺ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പാറ്റേൺ മേ കണ്ടെയ്ൻ പ്രൊജക്ഷൻസ് നോൺ ആസ് കോർ പ്രിൻറ്റ്സ് ഇഫ് കാസ്റ്റിംഗ് റിക്വയർസ് എ കോർ ആൻഡ് നീഡഡ് ടു ബി മെയ്ഡ് ഹോളോ. കോർ പ്രിൻറ്റ്, അതായത് കോർ വെക്കാൻ വേണ്ടി എന്തുണ്ടാകും, ചെറിയ സ്ലോട്ട് പോലെ സാധനങ്ങളുണ്ടാകും എന്തിന്, പാറ്റേണിൻ്റെ മേലെ. നെക്സ്റ്റ് റണ്ണേഴ്സ്, ഗേറ്റ്സ്, റൈസേഴ്സ് used for feeding molten metal in the mold cavity may be form a part of പാറ്റേൺ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റണ്ണർ, ഗേറ്റ്സ്, റൈസർ ഇതൊക്കെ എന്ത് ചെയ്യുന്നത് പാറ്റേൺ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് മെയ്ഡ് ചെയ്യുന്നത്. അതായത് പാറ്റേൺ എത്രത്തോളം നമ്മൾ സ്മൂത്തായിട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യുക അതിനകത്തുള്ള ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ സർഫസ് ഫിനിഷും അതേപോലെ തന്നെ ആക്യുറസിയും ഒക്കെ എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത പാറ്റേൺസ് നമ്മളെ മൊത്തത്തിൽ ഓവറോൾ കോസ്റ്റ് എന്ത് ചെയ്യും ഏറ്റവും മിനിമം ആക്കും. കോസ്റ്റ് എന്ത് ചെയ്യും കറക്റ്റായിട്ടല്ല നമ്മൾ പാറ്റേൺ ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യേണ്ടി വരും, കുറേ ഒന്നുമില്ല മെഷീൻ ചെയ്യേണ്ടി വരും. എക്സ്ട്രാ മെഷീനിങ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും നഷ്ടമാവും. കറക്റ്റായിട്ട് ഉണ്ടാക്കിയ ഒരു പാറ്റേൺ ആണ് എന്ത് ചെയ്യും നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ മേലെ അത്രയും എന്തായിരിക്കും കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനാവും ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്താണ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വേണ്ട ഒരു മെറ്റലിനെ ഒരു ലിക്വിഡ് മെറ്റൽ എന്ത് ചെയ്യാം നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാം കാസ്റ്റിംഗ് എന്ന് പറയാം. കാസ്റ്റിങ്ങിന് 5 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് പാറ്റേൺ മേക്കിംഗ്, സെക്കൻഡ് മോൾഡ് മേക്കിംഗ്, തേർഡ് മെൽറ്റിംഗ് ആൻഡ് പോറിംഗ് ഓഫ് മെറ്റൽ, ഫോർത്ത് സോൾഡിഫിക്കേഷൻ ആൻഡ് കൂളിംഗ്, ഫിഫ്ത്ത് റിമൂവൽ ആൻഡ് ക്ലീനിങ്, ഫിനിഷിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് എന്ത് കാസ്റ്റിങ്ങിനകത്തുള്ളത്. കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഏത് ഷേപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം, എത്ര സൈസിലുള്ള പ്രൊഡക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ ഏത് കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാവും
കാസ്റ്റിംഗ് വഴി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലാർജ് പാർട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ഉപയോഗിക്കാറ്, കാസ്റ്റിംഗ് പ്രോസസ്സ് ഉപയോഗിക്കാറ്. അപ്പം അത്രയൊക്കെയാണ് മെയിനായിട്ട് എന്ത് കാസ്റ്റിങ്ങിൻ്റെ മാസ് പ്രൊഡക്ഷൻ സ്യൂട്ടബിളാണ്, ഏറ്റവും ലോ കോസ്റ്റാണ്, എക്കണോമിക്കലാണ്. അതേപോലെ അടുത്തെന്താ പാറ്റേൺ എന്താണ്, പാറ്റേണിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഷേപ്പ്, അതായത് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ റെപ്ലിക്കേനാണ് എന്ത് പറയുക നമുക്ക് പാറ്റേൺ എന്ന് പറയാം. അതേപോലെ കോർ എന്ന് പറഞ്ഞാൽ ഹോളോ കാവിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന പോർഷനെയാണ് എന്ത് പറയുക, കോർ എന്ന് പറയാം. മെയിനായിട്ട് മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് എന്ത് പാറ്റേൺ. അപ്പം ഇത്രയൊക്കെയാണ് ഇത് പറയേണ്ടത്. താങ്ക് യു.